നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. പോലീസിലെ സംഘപരിവാർ വൽക്കരണം ഉൾപ്പെടെ തെറ്റായ നയങ്ങൾ തുടരുന്ന എൽ.ഡി.എഫ് സർക്കാരിനെതിരായ ജനരോഷം തെരഞ്ഞെടുപ്പിൽ ഉയരണം എന്നതിനാലാണ് യു.ഡി.എഫിന് പിന്തുണ നൽകുന്നത്. പി.വി. അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ പരിഹാരം കാണണമെങ്കിലും എൽ.ഡി.എഫിനെതിരെ ജനവിധി ഉയരണമെന്നും റസാഖ് പാലേരി മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ പിന്തുണയ്ക്കാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് യു.ഡി.എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടത് ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിന് അനുകൂലമായി തീരുമാനമെടുക്കാനുള്ള കാരണം അതുതന്നെയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുകൂടിയാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇവിടെ LDFിൻ്റെ സിറ്റിംഗ് MLA രാജിവെക്കാൻ ഉന്നയിച്ച കാരണങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞങ്ങൾ വർഷങ്ങളായി അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ ഉള്ളിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നിടത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ജനവിരുദ്ധമായ ഒരു ഭരണകൂടത്തിനെതിരായ ഒരു നീക്കം എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. പോലീസിലെ സംഘപരിവാർവൽക്കരണം ഉന്നയിച്ചുകൊണ്ടാണ് പി.വി. അൻവർ രാജിവെച്ചത്. പി.വി. അൻവർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് യു.ഡി.എഫിനെ തന്നെ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്? ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇവിടെ LDFും യു.ഡി.എഫും തമ്മിലാണ് മത്സരം. ഈ മത്സരത്തിൽ യു.ഡി.എഫിന് അനുകൂലമായ തീരുമാനമെടുത്താൽ മാത്രമേ ആഭ്യന്തര വകുപ്പിലുള്ള ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരായ ഒരു ജനവിധിയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. യു.ഡി.എഫിൻ്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി അല്ലെങ്കിൽ പിന്തുണ നൽകൂ എന്നുള്ള ചില റിപ്പോർട്ടുകൾ പത്രറിപ്പോർട്ടുകൾ വന്നിരുന്നു. അത്ര എന്തെങ്കിലും ഉപാധികൾ ഇതിലുണ്ടോ? ഇത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. അസോസിയേറ്റ് അംഗത്വം എന്നുള്ള ചർച്ചകളിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ബദൽ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകുന്ന പാർട്ടിയാണ്. അതേസമയം യു.ഡി.എഫും LDFുമായിട്ടൊക്കെ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം സാധ്യതകൾ ഞങ്ങൾ ഇനിയും പ്രയോജനപ്പെടുത്തും. ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാനോ അസോസിയേറ്റ് അംഗമാകാനോ ഒന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ വരുന്ന ചില റിപ്പോർട്ടുകൾ ഞങ്ങൾ പറഞ്ഞതല്ല, ചില മാധ്യമപ്രവർത്തകർ അവരുടേതായ നിലപാടുകളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ്. അത് ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. പിന്തുണ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ കൂട്ടായി നടത്താൻ